വയനാട്ടിൽ സ്കൂൾ ബസ്സിൽ വെച്ച 5ാം ക്ലാസ്സുകാരന്റെ കൈ തല്ലിയൊടിച്ചു. വൈത്തിരി HIM UP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ മർദ്ദനം പതിവെന്നാണ് ആരോപണമുയരുന്നത്. സ്കൂൾ ബസ്സിലെ CCTV ദൃശ്യം പുറത്തുവിടാതെ സ്കൂൾ മാനേജ്മെന്റ് പോലീസും ഒത്തുകളിക്കുന്നുവെന്ന് കുടുംബത്തിന്റെ പരാതി കൂടി ഉയരുന്നുണ്ട്. ലിനറ്റ് വർഗീസ് കൂടുതൽ വിശദമായി പറഞ്ഞു തരും. ലിനറ്റ്, എന്താണ് ഈ സംഭവങ്ങൾ? കുടുംബം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 5ാം ക്ലാസ്സുകാരാണ് മർദ്ദനമേറ്റിട്ടുള്ളതും. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിനറ്റ്? സംഗീത, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന വഴി സ്കൂൾ ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനം വെക്കുന്നതും അതോടൊപ്പം ഈ ഒരു 5ാം ക്ലാസ്സുകാരന്റെ കൈ തല്ലിയൊടിച്ച നിലയിൽ വീട്ടുകാർ കാണുകയും ചെയ്തൊരു സംഭവം ഉണ്ടാകും. അതിനുശേഷം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇപ്പോഴും കുട്ടി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ അധികൃതർക്കും അതോടൊപ്പം പോലീസ് സ്റ്റേഷനിലും കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ കൃത്യമായ നടപടി പോലീസിന്റെയോ അതേസമയം തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സ്കൂൾ ബസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉള്ളതാണ്. CCTV ഉള്ള സ്കൂൾ ബസ് കൂടിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പോലും പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടില്ല എന്നും പരിശോധിച്ചിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റും ഇതിന് ഒത്തു നിൽക്കുന്നു എന്ന കാര്യം തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ കൃത്യമായ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ആണ് ഇപ്പോഴും ഈ കുടുംബം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 5ാം ക്ലാസ്സുകാരനെ ഉപദ്രവിച്ചിരിക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയില്ല. തങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ ഒരു സ്കൂൾ വിട്ട് പോകണമെന്ന കാര്യം തന്നെയാണ് ഈ കുടുംബത്തോട് ഈ മാനേജ്മെന്റ് അടക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാനേജ്മെന്റിനടക്കമുള്ള നടപടികളെ കുറിച്ച് ആലോചിച്ചു വരികയാണ് കുടുംബം. ശരി ലിനറ്റ്.